അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ദൃശ്യം എന്ന് പറയുന്നത് പേരൂർക്കട കേരള ലോ അക്കാഡമിയിലെ LLM വിദ്യാർത്ഥിയായ ആ LLM വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് ആനന്ദ്. ആ ആനന്ദിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇങ്ങനെയാണോ വിദ്യാർത്ഥി നേതാക്കൾ പെരുമാറേണ്ടത്, മാതൃകയാകേണ്ടത്? കളമശ്ശേരിയിലും നാം കണ്ടു. അവിടുത്തെ ആ കോളേജ് യൂണിയൻ്റെ, പോളിടെക്നിക് കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. 2 കിലോ കഞ്ചാവാണ് അവിടെ നിന്നും, ആ ക്യാമ്പസിൽ നിന്നും പിടിച്ചെടുത്തത്. തൊട്ടുപുറകെയാണ് ഇവിടെ ലോ അക്കാഡമിയിൽ ലഹരി ഉപയോഗിക്കുന്ന സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തം പുലർത്തേണ്ട നിയമമേഖലയിലുള്ള നിയമ വിദ്യാർത്ഥി, ഒപ്പം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, സംഘടനാ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായത്. എങ്ങനെയാണ് ഇതിനെ ഇടത് രാഷ്ട്രീയ ചിന്തകൻ, നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ നോക്കിക്കാണുന്നത്? എനിക്കൊരു വിഷമമായിട്ടാണ് ഈ ന്യൂസ് ചാനലിൽ ഇരിക്കുന്നത്. കാര്യം നിങ്ങൾ എഴുതി കാണിക്കുന്നത് ഇടതുപക്ഷം ലഹരി വശമാണോ എന്നുള്ള ഒരു ക്യാപ്ഷനിലാണ് വന്നിരിക്കുന്നത്. ഇടതുപക്ഷമാണ് ഇപ്പം കേരളം ഭരിക്കുന്നെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ നമ്മൾ ഈ ലഹരി മാഫിയ ഇവിടെ വന്നിട്ടുള്ളത്? നിങ്ങൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അപ്പം നിങ്ങൾ എല്ലാവരെയും ഇത് പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. പക്ഷേ നമ്മൾ ആ കേരളത്തിലെ വിപത്ത് രാംകുമാർ സാർ പറഞ്ഞ പോലെ ആദ്യം എവിടെയെന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്? നമുക്ക് എവിടെയാണ് അടിപറ്റിയിട്ടുള്ളത്? രാംകുമാർ സാർ പറഞ്ഞ പോലെ നമ്മളെ വീടുകളിൽ നിന്ന് തന്നെ അത് നമുക്ക് അടിപറ്റിയിട്ടുണ്ട്. നികിത ഒരു കാര്യമൊന്നും പറയുന്നത്, സാറ് പറഞ്ഞ പോലെ നമ്മൾ വൈകുന്നേരം നമ്മളെ സമയത്ത് നമ്മൾ സന്ധ്യാനയമോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്ന അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്ന് പറയുന്നത് വീട്ടിലെ അമ്മമാരെന്തിനാണ് എളുപ്പം ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്ത് വന്നതിന് ശേഷം അവർ TV വയ്ക്കുന്നത് ഇതിലേക്ക് വേണ്ടിയാണ്. TV സീരിയലിനെ സാർ പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും അത് കുറച്ച് ആൾക്കാരെ ഒരു കലാജീവിതമാണ്, അതിനെ കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ നമുക്ക് അവിടെ തന്നെ തുടങ്ങിയതിന് അടിതെറ്റേന് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിങ്ങൾ പറഞ്ഞാൽ രാഷ്ട്രീയ SFIയുടെ കാര്യം മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ CPMൻ്റെ ആൾക്കാർ വേണം, അങ്ങനെ CPMൻ്റെ ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ വരുന്നത് അല്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇടതുപക്ഷം ഒരു ഭരണകക്ഷി എന്ന നിലയിൽ അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അഡ്വക്കേറ്റ് വസന്ത്. അതായത് ഒരു ഭരണകക്ഷി എന്ന നിലയിൽ വളരെ കൃത്യമായ സ്വാധീനം ഉണ്ട് ക്യാമ്പസുകളിൽ SFIക്ക്. ഈ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ 95% ഭരിക്കുന്നത് SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയനുകളാണ്. അവിടെ നിന്നാണ് ഏറ്റവും വലിയ ഈ പറയുന്നത് പോലെയുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവിടെ നിന്നുള്ള വാർത്തകൾ, റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ക്രൂരമായ കൃത്യങ്ങൾ, ഇതെല്ലാം പുറത്തു വരുന്നത് SFI ഭരിക്കുന്ന ക്യാമ്പസുകളിൽ നിന്നാണ്. KSU ഒട്ടും മോശമല്ല. ഈ കളമശ്ശേരി ഈ കഞ്ചാവ് കേസിൽ KSUക്കാരനും KSUവിൻ്റെ ഭാരവാഹിയും പ്രതിയായിട്ടുണ്ട്. ആ സത്യം നിഷേധിക്കുന്നില്ല, അവരും യഥാർത്ഥത്തിൽ പ്രതികൾ തന്നെയാണ്. ഒരു ഭരണ കക്ഷി നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയുമ്പോൾ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നത് ആ ഭരണത്തിൻ്റെ തണലിൽ വലിയ സംരക്ഷണ കവചം ഈ ലഹരി മാഫിയയ്ക്ക് വേണ്ടി നേടിയെടുക്കുകയാണ് SFIയുടെ നേതൃത്വത്തിൽ എന്നത് വളരെ കൃത്യമായി പറയേണ്ടി വരും. ഞാൻ ഉദാഹരണങ്ങൾ അങ്ങയുടെ മുന്നിലേക്ക് വെക്കാം. 2 ഉദാഹരണങ്ങൾ തന്നെ നോക്കൂ. ഇപ്പോൾ കളമശ്ശേരിയിൽ എന്താണ് സംഭവിച്ചത്? അതിൽ SFI ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. SFIയുടെ ഒരാൾ, അതിൽ അംഗമായിരുന്ന ഒരാൾ ഇങ്ങനെ കഞ്ചാവ് കേസിൽ അകപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എങ്ങനെ പ്രതിക്കൂട്ടിലാകുമെന്ന ചോദ്യം ഉന്നയിച്ചു. പക്ഷേ അവിടെ ഭരിക്കുന്നത് ആരാണ്? വിദ്യാർത്ഥി യൂണിയൻ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അവിടെ ചെറുചലനം പോലും അറിയാൻ കഴിയുന്ന SFIക്ക് എന്തുകൊണ്ട് അവിടെ ഈ കഞ്ചാവ് വിൽപ്പന നടക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമില്ലേ? ഇത് നിങ്ങൾ പറയുന്ന 100% കറക്റ്റാണ്. ഒരു കാരണവശാലും പേര് നീലിമ എന്നാണ്. നീലിമ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഒരു പ്രസ്ഥാനങ്ങളും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരു കാരണവശാലും ഇതിന് അനുകൂലിക്കില്ല. അത് SFI ആയിരുന്നാലും KSU ആയിരുന്നാലും ABP ആയിരുന്നാലും ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരുന്നാലും യുവജന പ്രസ്ഥാനങ്ങളായാലും അനുകൂലിക്കുക. നീലിമ പറഞ്ഞ പോലെ
ആ പോളിടെക്നിക്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വെളിയിൽ പുറത്താക്കിയിട്ടുണ്ട്, ഒരു സംശയവും ഇല്ല.